എന്തൊരു സ്നേഹമാണ് ബി ജെ പി നേതാക്കന്മാരോട് ഈ കേരളത്തിലെ മാപ്രകൾക്ക്. ഇന്നലെ കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സുരേന്ദ്രൻ പിന്മാറി, അങ്ങനെ മോദി പ്രധാനമന്ത്രിയായി. കാരണം മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ലിസ്റ്റിൽ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ മാറിയതുകൊണ്ടാണ് മോദിക്ക് പ്രധാനമന്ത്രിയാവേണ്ടി വന്നത്. അതിൻ്റെ ഒരു കലിപ്പ് മോദിക്ക് ഉണ്ടാവാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ജാലിയൻ ന്യൂസ് 18, ന്യൂസ് മലയാളം, 24, മീഡിയ 1 എന്നൊക്കെ പറഞ്ഞിട്ട് സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ സുരേന്ദ്രൻ ആ വേദിയിലുണ്ടായിരുന്നു. സുരേന്ദ്രൻ്റെ അടുത്ത്, മോദിയുടെ അടുത്തെത്തി, സുരേന്ദ്രൻ്റെ കൈകളിൽ പിടിച്ച് മോദി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ മോദി വന്നതുമായി ബന്ധപ്പെട്ട് ആ സന്ദർശനത്തിൻ്റെ ഒരു ഗരിമ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇന്നലെ മുതൽ മാധ്യമങ്ങൾ നടത്തിയ കുത്തിത്തിരിപ്പാണ്. കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം രാജേഷിനെ അങ്ങോട്ട് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ രാജേഷ് അവിടെ വന്ന് വേദിയിൽ 2 പരിപാടിക്ക് രാജേഷ് ഒന്നിച്ചുണ്ടായിരുന്നു. മാത്രമല്ല, രാജേഷിനെ മോദി കെട്ടിപ്പിടിച്ചു. വേണമെങ്കിൽ പറയായിരുന്നു, രാജേഷിനെ മോദി ഞെരിച്ചമർത്തി പുറത്താഞ്ഞാഞ്ഞടിച്ചു. ശരിയല്ലേ? പുറത്ത് അടിക്കുന്നുണ്ട്. കുറേ വാർത്തകളുണ്ട്. സുരേന്ദ്രനെ കെട്ടിപ്പിടിച്ചില്ല, എന്നിട്ട് ആശാനാഥിൻ്റെ കാലിൽ തൊട്ട് വന്ദിച്ചു. ശോഭാ സുരേന്ദ്രൻ്റെ കാല് തൊട്ടില്ല. കുമ്മനത്തിന് ഷാള് കൊടുത്തില്ല. MT രമേശിനെ സംസാരിക്കാൻ വിളിച്ചില്ല. പിന്നെ പാവം സന്ദീപ് വാചസ്പതി പരിഭാഷപ്പെടുത്തി തൊണ്ട വരണ്ടിട്ട് ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. അല്ല, ഇങ്ങനെയൊക്കെ വാർത്തയാക്കാം. അനൂപ് ആൻ്റണിയെ കണ്ടിട്ട് എന്ത് ചെയ്തു? അനൂപ് ആൻ്റണിയുടെ തോളിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഞെരിച്ചങ്ങ് അമർത്തി. നീ ഇന്നെ ഇപ്പോഴാണോ എൻ്റെ കൈ കിട്ടിയത്? ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം അതപ്പതിച്ചിരിക്കുന്നു. വെറുതെ അല്ല, ഇവരെ നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം ചെയ്യുന്നതായതുകൊണ്ട് ആദ്യകാലത്ത് മാപ്ര എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം നോൺ ഡാഡി സിൻഡ്രോം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പരിപാടി കൊടുക്കാറില്ല. എത്ര നീചമായ റിപ്പോർട്ടിങ്ങാണ്! കേരളത്തിലെ ആദ്യത്തെ BJPയുടെ നഗരസഭ കോർപ്പറേഷൻ മേയറുടെ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ നോക്കൂ. രാജേഷോ ശ്രീലേഖയോ രാജേഷോ, ശ്രീലേഖയ്ക്ക് പണക്കം, ശ്രീലേഖ പൂവ് കൊടുത്തില്ല, ശ്രീലേഖ ഇറങ്ങിപ്പോയി, എന്തെല്ലാം വാർത്തകൾ. അത് കഴിഞ്ഞ് പ്രശാന്തുമായിട്ടുള്ള ആ പ്രശ്നം, മറ്റു മുറിയെ സംബന്ധിച്ചോട് പറഞ്ഞു. ഇതെങ്ങനെ BJP ഇനിയിപ്പോൾ ലോകത്ത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തിരുവനന്തപുരം മേയർ സമാധാനം പറയണമെന്ന് പറയും. അപ്പോൾ BJPയുടെ ഒരു വിജയമുണ്ടാകുമ്പോൾ അസഹിഷ്ണുക്കളായ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നറേഷനുണ്ട്. പക്ഷെ ലജ്ജാകരമാണ്.